തിരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പാർട്ടിയിൽ സമഗ്രമായി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് എം സ്വരാജ്. പാർട്ടി യോഗങ്ങളിൽ ഉയർന്നുവരുന്ന വിമർശനങ്ങൾ മുൻ മുഖ്യമന്ത്രിയിലേക്ക് മാത്രം ചുരുക്കിക്കാണരുതെന്നും സ്വരാജ് മലപ്പുറത്ത് പറഞ്ഞു. പുതിയ സർക്കാരിന്റെ തെറ്റായ നയങ്ങളെ ശക്തമായി വിമർശിക്കുമെന്നും എന്നാൽ തുടക്കത്തിൽ തന്നെ ശാപവാക്കുകൾ പറഞ്ഞ് സ്വാഗതം ചെയ്യാൻ പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ പാർട്ടിയിൽ നടക്കുന്ന ചർച്ചകളെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു എം സ്വരാജ്. യോഗങ്ങളിൽ നേതൃത്വത്തിനെതിരെ വിമർശനങ്ങൾ ഉയരാറുണ്ട് എന്നത് സ്വാഭാവികമാണ്. അവിടെ അരുതാത്തതെന്തോ സംഭവിച്ചു എന്ന് കരുതേണ്ടതില്ല. എന്നാൽ പാർട്ടി യോഗങ്ങളെക്കുറിച്ച് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ യാഥാർത്ഥ്യമല്ലെന്നും പൊട്ടും പൊടിയുമൊക്കെ ചേർത്താണ് വാർത്തകൾ പുറത്തുവരുന്നതെന്നും സ്വരാജ് പരിഹസിച്ചു. അതുകൊണ്ട് തന്നെ അത്തരം വാർത്തകളെ ഗൗരവമായി കാണുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPIM-ന്റെ എല്ലാ തലത്തിലുമുള്ള കമ്മിറ്റികൾ യോഗം ചേർന്നുകൊണ്ടിരിക്കും. ജില്ലാ കമ്മിറ്റികൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ നാളെ കൂടി കഴിഞ്ഞാൽ സംസ്ഥാനത്തെ ഏരിയ കമ്മിറ്റികൾ യോഗം ചെയ്യും. തുടർന്ന് അതിന് താഴെയുള്ള ഘടകങ്ങളും യോഗം ചെയ്യും. അതൊരു സമഗ്രമായ പരിശോധനയും ചർച്ചയുമാണ് നടക്കുക. അപ്പൊ അതിന്റെ പാതയിലാണ് ഞങ്ങൾ. പുതിയ ഗവൺമെന്റ് വരുമ്പോൾ ജനങ്ങളുടെ ഇഷ്ടം നേടുന്ന തീരുമാനങ്ങളാണ് എടുക്കുക. 2021 സംഭവിച്ചതുപോലെ ആയിരിക്കില്ല ഇത്തവണ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനമെന്നും മികച്ചൊരു ക്രിയാത്മക പ്രതിപക്ഷമായിരിക്കും നിയമസഭയിൽ ഉണ്ടാവുകയെന്നും പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുൻ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പങ്കെടുത്ത കാര്യവും സ്വരാജ് ഓർമ്മിപ്പിച്ചു. വലതുപക്ഷത്തിന് സമൂഹത്തിൽ എപ്പോഴും ഒരു പ്രിവിലേജ് ലഭിക്കാറുണ്ട്. എന്നാൽ ഇടതുപക്ഷത്തിന് നേരിയ ഒരു പിശക് പോലും സംഭവിക്കരുതെന്ന് സമൂഹത്തിന് വാശിയുണ്ട്. മുഹമ്മദ് റിയാസിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. മുഖ്യമന്ത്രിയുടെ ബന്ധുവായി പോയെന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് റിയാസ് ഇത്രയധികം വേട്ടയാടപ്പെട്ടതെന്നും എം സ്വരാജ് മലപ്പുറത്ത് പറഞ്ഞു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. വളാഞ്ചേരിക്കാർക്ക് ഇനി കയ്യിൽ പണമില്ലെങ്കിൽ ഷോപ്പിംഗ് ആഘോഷമാക്കാം. ബെയ്മെന്റ് അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചറിൽ ഓഫറുകളുടെ പെരുമഴ. മാത്രമല്ല ഏപ്രിൽ മാസത്തിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് വീക്കിലി ലക്കി ഡ്രോ. ഒരാഴ്ചയും നിങ്ങളെ കാത്തിരിക്കുന്ന ആകർഷകമായ സമ്മാനങ്ങൾ. AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഫർണിച്ചറുകൾ. എന്ത് വാങ്ങിയാലും പലിശയുടെ പേടി വേണ്ട. എല്ലാ ഉൽപ്പന്നങ്ങളും 100% പലിശയിൽ EMI സൗകര്യം. പലിശയില്ലാതെ പർച്ചേസ് ചെയ്യാം, സമ്മാനങ്ങളും നേടാം. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ ബെയ്മെന്റുമായി കോൺടാക്ട് ചെയ്യും. Bayman, making it easy. Valanjeri, phone 9526 001 003.